പത്തരമാറ്റ് സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ജനുവരി 8-ാം തീയതി വൈകിട്ടത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. അങ്ങനെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ദേവയാനി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആവുകയാണ്. ഡോക്ടർ ദേവയാനിയോട് പറയുന്നുണ്ട്, വീട്ടിൽ പോയതിനു ശേഷം അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ടെൻഷൻ അടിക്കുകയും വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയും അതിലൊന്നും ഇടപെടുകയും ചെയ്യരുത്. കുറച്ച് നാളുകൾ നല്ല റെസ്റ്റിൽ തന്നെ ആയിരിക്കണം. പിന്നെ ചെക്കപ്പിന്റെ ഡേറ്റുകളിൽ കൃത്യമായിട്ട് എത്തുകയും വേണം. ഇതൊക്കെ കേട്ടിട്ട് ഡോക്ടറോട് എല്ലാറ്റിനും സമ്മതം മൂളിയിട്ട് ആംബുലൻസിലേക്ക് കയറി അനന്തപുരിയിലേക്ക് ദേവയാനിയും ഒപ്പം ആദർശും ജയനും കൂടി മടങ്ങിയെത്തുന്നു. ഈ സമയത്ത് ജാനകിയും ജലജയും കൂടി അനന്തപുരി തറവാടിന്റെ വാതിൽക്കലിരുന്നു കൊണ്ട് സംസാരിക്കുന്ന രംഗങ്ങൾ കാണുന്നുണ്ട്. ജലജ പറയുകയാണ്, എന്തായാലും ഏട്ടത്തി ഉടനെ മടങ്ങിയെത്തുമല്ലോ. മരുമകളോടുള്ള അടങ്ങാത്ത പക മുഴുവനും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കും തിരികെ വരിക. അത് നമ്മൾ പരമാവധി ഊതി കത്തിക്കണം, അല്ലെങ്കിൽ ഈ തറവാട് മുഴുവൻ അവൾ വിഴുങ്ങും. ഇപ്പോൾ തന്നെ നോക്കിക്കേ, അച്ഛനും അമ്മയും കണ്ടമാനം സ്വർണം അവൾക്ക് കൊടുത്തു. അതുകൂടാതെ ആദർശ് ഒരു വീടും എടുത്തു കൊടുത്തു. അപ്പോൾ ജാനകി പറയുകയാണ്, വാടകയ്ക്കാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഉടനെ വീണ്ടും ജലജ പറയുന്നു, വാടകയ്ക്കാണോ അതോ സ്വന്തമായിട്ടാണോ വാങ്ങിക്കൊടുത്തതെന്ന് ആർക്കറിയാം. എന്തായാലും അവൾ കഴിഞ്ഞ ജന്മത്തിൽ ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ പുണ്യമാണ് അവൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി എത്തുകയാണ്. മുത്തശ്ശൻ ജലജയോട് ചോദിക്കുകയാണ്, ഇന്നത്തെ പരദൂഷണം ആരെക്കുറിച്ചാണ്? അയ്യോ അച്ഛ, അങ്ങനെയൊന്നുമല്ല. ഒരുത്തി അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ നോക്കാതെ അവളുടെ വീട്ടിൽ പോയി നിൽക്കുകയാണല്ലോ, അത് പറയുകയായിരുന്നു. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, മോൾ അവിടെ പോയി സ്വന്തം ഇഷ്ടപ്രകാരം നിന്നൊന്നുമല്ല. അവളുടെ അമ്മായിയമ്മയ്ക്ക് അവൾ ഇവിടെ നിൽക്കുന്നതിനോട് താല്പര്യമില്ല. ആദർശ് മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം മടങ്ങി വന്നാൽ മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് മോൾ അവളുടെ വീട്ടിലേക്ക് പോയത്. ഇത് കേട്ടിട്ട് ജാനകി പറയുകയാണ്, അവൾ എവിടെ പോയാലും അവൾക്ക് സമ്മാനങ്ങളുമൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ മുത്തശ്ശൻ, ഇനിയും പോയെന്നിരിക്കും. പിന്നെ മോൾ ഇവിടേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ മോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാല് പിടിച്ചിട്ടാണെങ്കിലും മോളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നു എന്നും ഇരിക്കും. അതിനെ ഇവിടെ ആരും ചോദ്യം ചെയ്യണ്ട. ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോണൊക്കെ മുഴക്കിക്കൊണ്ട് ആംബുലൻസ് അനന്തപുരിയുടെ വാതിൽക്കലേക്ക് വന്നു നിൽക്കുകയാണ് ദേവയാനിയുമായിട്ട്. വീടിൻ്റെ വാതിൽക്കലേക്ക് വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് അനാമിക പെട്ടെന്ന് പുറത്തേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോൾ ആംബുലൻസിന്റെ ഡോർ തുറന്നു ദേവയാനിയെ സ്ട്രക്ചറിൽ പുറത്തേക്ക് എടുക്കുന്നത് കണ്ടുകൊണ്ട് അനാമിക മനസ്സിൽ പറയുകയാണ്, അസുഖക്കാരി വന്നു, ഒന്ന് അഭിനയിച്ചേക്കാം. ഇത് പറഞ്ഞുകൊണ്ട് വലിയമ്മ എന്ന് വിളിച്ച് വളരെ ദുഃഖഭാവത്തോടു കൂടി അനാമിക ദേവയാനിയുടെ അരികിലേക്ക് ചെല്ലുകയും തൻ്റെ കൈകൾ കയറി പിടിക്കുകയുമാണ്. അത്രയും കണ്ടപ്പോഴേക്കും ദേവയാനിക്ക് വലിയ സന്തോഷമായി. എന്നിട്ട് മുത്തശ്ശിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട്, ആയുസിൻ്റെ ബലം കൊണ്ട് എന്നെ ജീവനോടെ കാണാൻ പറ്റി അല്ലേ അമ്മേ? ഇത് കേട്ടിട്ട് മുത്തശ്ശിയും ബാക്കിയുള്ള എല്ലാവരും മൗനമായി നിൽക്കുമ്പോൾ ആംബുലൻസിന്റെ ഡ്രൈവറും ആദർശും കൂടി ദേവയാനിയെ പൊക്കി വീടിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഉടനെ ജാനകി മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുകയാണ്, വലിയമ്മയെ മടക്കി കൊണ്ടുവന്നപ്പോൾ എൻ്റെ മകളുടെ സങ്കടം കണ്ടില്ലേ? അത് കേട്ടപ്പോൾ ജയൻ പെട്ടെന്ന് പറയുകയാണ്, അതെ അതെ, ഭയങ്കര സങ്കടം തന്നെ. അതെന്താ ഏട്ടനൊരു പുച്ഛം പോലെ? ഒരുത്തിയെ ഏട്ടത്തി എന്തോ പറഞ്ഞു എന്നും പറഞ്ഞ് അവൾ അവളുടെ വീട്ടിൽ പോയി കിടക്കുകയല്ലേ. അതിന് പാരിതോഷികമായിട്ട് ഇവിടുന്ന് അച്ഛനും അമ്മയും സമ്മാനങ്ങളുമായിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇത് കേട്ടിട്ട് മുത്തശ്ശൻ പറയുകയാണ്, കൂടുതൽ ഒന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. പുറമെ പ്രകടിപ്പിക്കുന്ന സ്നേഹങ്ങളൊന്നുമല്ല ഞങ്ങൾ കണക്കിലെടുക്കുന്നത്. മനുഷ്യൻ മനുഷ്യനെ ഉള്ളിൽ തട്ടി സ്നേഹിക്കണം. മറ്റുള്ളവർ കാണാൻ വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ജാനകി മുത്തശ്ശനോട് പറയുകയാണ്, എന്നാൽ അച്ഛൻ ഇപ്പോൾ പറഞ്ഞ രീതിയിലാണ് നയന നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത്. ഇത് കേട്ടപാടെ മുത്തശ്ശി, നിർത്തടി, കുറെ കാലമായി നീയും ജലജയും നിന്റെ മരുമകളുമൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്. അനാമിക മോളുടെ കാര്യം പോകട്ടെ, അവൾ കുഞ്ഞാണ്. എന്നാൽ നീയൊക്കെ അമ്മയും അമ്മായിയമ്മയും ഒക്കെ ആയിട്ട് വളർന്നവളല്ലേ, എന്നിട്ടും നിന്റെ ഒന്നും സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. അപ്പോൾ ജയൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ ഭാര്യയും മകനും എന്ന് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്. അത് നീ കേട്ടിട്ടുമുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് എൻ്റെ മരുമകൾ. ആ മഹാഭാഗ്യത്തിന് പിന്നാലെ എൻ്റെ അച്ഛനും അമ്മയും മാത്രമല്ല, ചിലപ്പോൾ ഞാനും പോയി എന്ന് വരും സമ്മാനവുമായിട്ട്. അതൊന്നും മോൾക്ക് ആവശ്യമില്ലെങ്കിലും എൻ്റെ മോൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന് വലിയ സന്തോഷമാണ്. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ജാനകിയോട്, കേട്ടല്ലോ പറഞ്ഞത്, അങ്ങനെയുള്ളവരുടെ മുൻപിൽ വെച്ച് നയനമോളെ ദുഷിച്ചാൽ അത് ഏശത്തില്ല. തുടർന്ന് റൂമിനുള്ളിൽ വിശ്രമിക്കുന്ന ദേവയാനിയുടെ അരികിൽ ആദർശും തൊട്ടടുത്ത് തന്നെ ജലജയും അനാമികയും നിൽക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. ജലജ പറയുകയാണ്, ഏട്ടത്തി ആശുപത്രിയിലേക്ക് പോയതിന് തൊട്ടു പിന്നാലെ നയന അവളുടെ വീട്ടിലേക്ക് പോയതാണ്. ഇനിയിപ്പോൾ ആദർശൻ അവളെ വിളിച്ചുകൊണ്ട് വരാമല്ലോ. അപ്പോൾ ദേവയാനി ജലജയോട് ചോദിക്കുകയാണ്, എന്തിനാണ് ജലജയെ അവൾ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്? ഇവൻ മലയ്ക്ക് പോയി വന്നിട്ട് അവൾ വന്നാൽ മതിയെന്ന് ഞാൻ അവളോട് പറഞ്ഞതാണ്. എന്നാലും അതൊരവസരമാക്കി അവൾ സുഖിച്ച് ജീവിക്കുകയല്ലേ അവിടെ. അപ്പോൾ അനാമിക പറയുകയാണ്, സുഖിച്ചു ജീവിക്കുന്നതൊക്കെ പോകട്ടെ, അവർ അവിടേക്ക് അനിയെ കൂടി വിളിച്ചു വരുത്തുകയല്ലേ ചെയ്യുന്നത്, അനിയത്തെ കാണിക്കുവാൻ വേണ്ടി. ഇത് കേട്ടപ്പോഴേക്കും ആദർശ് പറയുകയാണ്, അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്.
അതിനിടയിൽ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നും ഇവിടെ നിന്ന് പറയരുത്. മോള് പറയുന്നതിൽ എന്താണ് ആദർശേ കുഴപ്പം? അല്ലെങ്കിൽ പിന്നെ അനി എന്തിനാണ് അവളുടെ വീട്ടിലേക്ക് പോകുന്നത്? ഇവന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് ഏട്ടത്തി. അവളുമാർക്ക് താമസിക്കുവാൻ പുതിയ വീടെടുത്ത് കൊടുത്തിരിക്കുകയാണ് അവൻ. വാടകയ്ക്കെടുത്ത് കൊടുത്തതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് വാങ്ങിച്ചു കൊടുത്തതാണോ എന്ന് ആർക്കറിയാം? ജലജ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി ആദർശനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് മോനെ അവർക്ക് വീടെടുത്ത് കൊടുത്തത്? അതിന് മറുപടി പറയുന്നത് അനാമികയാണ്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വല്യമ്മേ. ആദർശേട്ടൻ വീടെടുത്ത് കൊടുത്തു, അതിൻ്റെ പിന്നാലെ മുത്തശ്ശനും മുത്തശ്ശിയും സ്വർണം കൊണ്ടു കൊടുത്തു. ഇതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവള് പിണങ്ങിപ്പോകുമെന്നുള്ള ഭയം കൊണ്ടാണെന്ന് ജലജ. അപ്പോൾ ദേവയാനി വീണ്ടും പറയുകയാണ്, അവൾ പോകുന്നെങ്കിൽ പോകട്ടടാ. നിങ്ങളൊക്കെ എന്തിനാണ് അവളുടെ പിറകിന് നടക്കുന്നത്? ഹോ, വല്ലാത്തൊരു നാണക്കേട് തന്നെ. ഉടനെ ആദർശ് പറയുകയാണ്, ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല. മുത്തശ്ശനും മുത്തശ്ശിക്കുമാണ് എന്നേക്കാൾ അധികം നയന ഇവിടെ വേണമെന്ന് താല്പര്യം. അവരുടെ മനസ്സുകൂടി നമ്മൾ നോക്കണ്ടേ അമ്മേ. ഇത് പറഞ്ഞ് ആദർശ് ഇറങ്ങിപ്പോകുമ്പോൾ ജലജ പറയുകയാണ്, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പേര് പറഞ്ഞിട്ട് അവളെ നിലനിർത്തുവാൻ വേണ്ടിയാണ് അവൻ നോക്കുന്നത്. അതിന് അനാമിക വീണ്ടും മറുപടി പറയുകയാണ്, അവരിങ്ങോട്ട് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചേച്ചിയും അനിയത്തിയും കൂടി എന്നെ ഇവിടെ നിന്ന് തുരത്തുമോ എന്നാണ് എനിക്ക് പേടി. ഈ വാക്ക് കേട്ടുകൊണ്ട് ദേവയാനി അനാമികയോട് പറയുകയാണ്, എൻ്റെ മോളെ, ചെറിയ ചെറിയ പ്രശ്നമുണ്ടാകുമ്പോൾ നീ എന്തിനാണ് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്? അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ തോൽക്കുന്നത് ഞങ്ങളാണ്. അതേ വലിയമ്മേ, അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എപ്പോഴും പറയുന്നുണ്ട് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ. ഇത്രയും അനാമിക പറയുന്നത് കേട്ടപ്പോഴേക്കും വളരെ പുച്ഛത്തോടു കൂടി ജലജ മനസ്സിൽ മന്ത്രിക്കുകയാണ്, ഓ, അവളുടെ ഒരു അച്ഛനും അമ്മയും അവരായിരിക്കും ഇവളെ ഇങ്ങോട്ട് തള്ളിവിടുന്നത്. ഇവൾ എൻ്റെ മരുമകളെക്കാളും നല്ല നടിയാണെന്നാണ് തോന്നുന്നത്. തുടർന്ന് കാണിക്കുന്നത് നയനയാണ്. നയനയെ താങ്ങി പിടിച്ചുകൊണ്ട് മുറിയിൽ നിന്നും പതിയെ നടത്തിക്കൊണ്ട് നന്ദു പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആദർശ് അവിടേക്ക് കയറി വരികയും ചെയ്യുന്നു. ആദർശിനെ കണ്ടപ്പോൾ നയന പറയുന്നുണ്ട്, ഇനി എനിക്ക് നടക്കാൻ വയ്യ, ഞാനൊന്ന് ഇരിക്കട്ടെ. അപ്പോൾ നന്ദു, ദേ ആദർശേട്ടാ, ഏത് നേരവും നടപ്പാണ് കേട്ടോ. ആദർശിനെ കണ്ടുകൊണ്ട് നയന ചോദിക്കുന്നുണ്ട്, അമ്മ ഡിസ്ചാർജായി വന്നു ആദർശേട്ടാ? അപ്പോൾ ആദർശ് പറയുകയാണ്, വന്നു. പിന്നെ അമ്മ പറയുകയാണ്, ഞാൻ മലയ്ക്ക് പോയിട്ട് വരുന്നതുവരെ നീ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന്. അതും ഒരനുഗ്രഹമായില്ലേ? അപ്പോൾ നയന, അല്ലെങ്കിലും ഞാൻ അങ്ങനെ വരികയുള്ളായിരുന്നു. ഉടനെ കനക ചോദിക്കുകയാണ്, അല്ല മോനെ, നിങ്ങൾ മകരവിളക്കിനല്ലേ മലയ്ക്ക് പോവുകയുള്ളൂ? അതെ അമ്മേ, ഇവിടെ നിന്ന് നടന്നു പോകാനായിരുന്നു തീരുമാനം. പക്ഷേ ഇത്രയും ദിവസം ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് എരുമേലിയിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നു പോകാമെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്തായാലും മലയ്ക്ക് പോകുന്നതിന് മുൻപ് ഇവിടെ വന്നിട്ടേ പോവുകയുള്ളൂ കേട്ടോ. ഇത് കേട്ടിട്ട് നയന പറയുകയാണ്, അച്ഛന് വയ്യാത്തത് കൊണ്ടാണ്, അല്ലായിരുന്നെങ്കിൽ അച്ഛനും കൂടെ വരുമായിരുന്നു. അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാം. മലയ്ക്ക് പോക്ക് ഇതുവരെ ഞങ്ങൾ മുടക്കിയിട്ടില്ല. സാധാരണ 2 ആഴ്ച വ്രതമെടുത്തിട്ടായിരുന്നു പോകാറുള്ളത്. ഇത് ആദർശ് പറയുമ്പോൾ കനക ചോദിക്കുകയാണ്, മോനെ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലമ്മേ, അമ്മ ഇപ്പോൾ ഒരുമാതിരി നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഉടനെ നന്ദു ചോദിക്കുകയാണ്, ഇപ്പോഴും വിഷം കലർന്ന പാല് ചേച്ചിയാണ് കുടിക്കാൻ കൊടുത്തത് എന്ന് തന്നെയാണോ ആദർശേട്ടൻ്റെ അമ്മ വിശ്വസിക്കുന്നത്? അതെ, അമ്മ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കരുതുന്നത്. നവ്യയ്ക്ക് വെച്ചിരുന്ന പാല് അമ്മ എടുത്ത് കുടിക്കുവാൻ ഇവൾ അമ്മയോട് പറഞ്ഞിട്ടില്ല. അമ്മ തന്നെ പോയി എടുത്ത് കുടിച്ചതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ സംശയിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഉടനെ നയന പറയുകയാണ്, അമ്മയുടെ മനസ്സിനെ അങ്ങനെ ആക്കി മാറ്റുവാൻ അവിടെ വേറെ ആൾക്കാരുണ്ട് ആദർശേട്ടാ. എല്ലാവരും സംശയിക്കുന്നത് അപ്പച്ചിയെയും അബിയെയുമാണ്. ചേച്ചിയുടെ കുഞ്ഞു പോകണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അവരൊക്കെ തന്നെയാണ്. എന്നാൽ ഈ കാര്യത്തിൽ ഇപ്പോൾ എൻ്റെ സംശയം അനാമികയെയും അവളുടെ അമ്മയെയുമാണ്. അപ്പോൾ നന്ദു പറയുകയാണ്, അവരെല്ലാവരും ഒത്തുകൊണ്ട് ചെയ്യാനും സാധ്യതയുണ്ട് ചേച്ചി. അത് കേട്ടിട്ട് ആദർശ് പറയുകയാണ്, അത് ശരിയാണ് നന്ദു പറഞ്ഞത്. ഇപ്പോൾ അപ്പച്ചിയും അനാമികയും ഒക്കെ ഒറ്റക്കെട്ടാണ്. അവർ തമ്മിൽ നല്ല അടുപ്പമാണ്. അവർക്കൊപ്പം ഇളയമ്മ കൂടി പോയതാണ് കഷ്ടമായിട്ട് എനിക്ക് തോന്നിയത്. ഉടനെ കനക, എൻ്റെ നന്ദൂട്ടനെ ഞാൻ മനഃപൂർവ്വം അവിടേക്ക് വിടാൻ ശ്രമിക്കുന്നു എന്ന് തോന്നി തുടങ്ങിയതിന് ശേഷമാണ് അനിമോൻ്റെ അമ്മ ആകെ മാറിയത്. അപ്പോൾ ആദർശ് പറയുകയാണ്, ഇളയമ്മ അത്ര വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ ആളൊന്നുമല്ല. എന്നാൽ എൻ്റെ അമ്മ അങ്ങനെയല്ല, വലിയ സമ്പത്തുള്ള കുടുംബത്തിലേതാണ്. പക്ഷേ ആ വിവാഹത്തിന് ശേഷം വലിയ സമ്പത്തുള്ള കുടുംബത്തിൽ നിന്ന് ഇനി ആരും പെൺകുട്ടികളെ കൊണ്ടുവരണ്ട എന്ന് മുത്തശ്ശൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഇളയച്ചൻ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും വിവാഹം കഴിച്ചത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും തലമുറന്ന് എണ്ണ തേക്കുകയാണ്. ഇത് കേട്ടിട്ട് സാരമില്ല ആദർശേട്ടാ, ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൻ്റെ പിൻപിൽ ഒരുപക്ഷെ ദൈവത്തിൻ്റെ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ എന്തായാലും ഞാൻ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് കരൾ ദാനം ചെയ്തതുകൊണ്ട് ആദർശേട്ടനും ആദർശേട്ടൻ്റെ അച്ഛനുമൊക്കെ എന്നോടുള്ള സ്നേഹം കൂടിയില്ലേ? ഇനിയിപ്പോൾ ആരൊക്കെ എന്നെ വിട്ടുകളഞ്ഞാലും ആദർശേട്ടൻ എന്നെ ഉപേക്ഷിക്കില്ല എന്ന ഉറപ്പെനിക്കുണ്ട് എന്ന് നയന പറയുകയാണ്. അപ്പോൾ ആദർശ്, അതല്ലെങ്കിലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലായിരുന്നു. തുടർന്ന് കനക ചോദിക്കുകയാണ്,
മകരവിളക്ക് കഴിയുന്നിടം വരെ മോളിവിടെ നിന്നിട്ട് പിന്നെ അങ്ങോട്ട് തിരികെ വരുമ്പോൾ ആ വീട്ടിലുള്ള പലർക്കും അത് ബുദ്ധിമുട്ടായിരിക്കില്ലേ മോനെ? ആരുടെയും ബുദ്ധിമുട്ട് ഇനി ഞാൻ നോക്കുന്നില്ല. ആ വീട്ടിൽ കഴിയുവാനുള്ള അവകാശം മറ്റാരേക്കാളും അധികം ദേ ഇവൾക്കുണ്ട്. അത് മുത്തശ്ശനും മുത്തശ്ശിയും തന്നെ എന്നേ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ആ വീട്ടിൽ നിന്നും ആര് പുറത്തു പോയാലും അതിൻ്റെ അവസാനം മാത്രമായിരിക്കും നയന പുറത്തു പോവുക. അതും ഒറ്റയ്ക്കല്ല, എനിക്കൊപ്പം മാത്രമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ കനകയ്ക്കും നന്ദുവിനുമൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ദേവയാനി വിശ്രമിക്കുന്ന റൂമിലേക്ക് അനി വലിയമ്മ എന്ന് വിളിച്ചുകൊണ്ട് കയറി ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് വലിയമ്മ ഇപ്പോൾ? എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. കുഴപ്പം മുഴുവൻ ആ കുട്ടിക്കാണ്. ആർക്ക് കുഴപ്പമുണ്ടെന്നാണ് വലിയമ്മ ഇപ്പോൾ ഈ പറയുന്നത്? ഞാൻ നിന്റെ ഭാര്യയുടെ കാര്യമാണ് പറഞ്ഞത്. നീ എന്തിനാണ് അവളെ ആവശ്യമില്ലാതെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞാൻ വിഷമിപ്പിക്കുന്നൊന്നുമില്ല വലിയമ്മേ. അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് അവൾ വെറുതെ നന്ദുവിനെയും എന്നെയും കുറിച്ച് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ പ്രശ്നങ്ങൾ അവൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? നീ ആ തലതിരിഞ്ഞ പെൺകൊച്ചിൻ്റെ പുറകിന് ഇപ്പോഴും നടക്കുന്നത് കൊണ്ടല്ലേ? ആരാ വലിയമ്മേ തലതിരിഞ്ഞ പെൺകുട്ടി? അവരൊക്കെ വലിയമ്മേ. വേണ്ട വേണ്ട, അവളുമാരുടെ കാര്യം ഒന്നും നീ എന്നെ പറഞ്ഞു വെറുതെ ചൂട് പിടിപ്പിക്കണ്ട. അപ്പോൾ അനി പറയുകയാണ്, എന്തു തന്നെ ഞാൻ പറഞ്ഞാലും അത് വലിയമ്മയ്ക്ക് മനസ്സിലാവില്ല. വലിയമ്മ സ്വയം മരുമകളായി സ്നേഹിക്കുന്നത് അനാമികയാണ്. എന്നാൽ ആ സ്നേഹം അവൾക്ക് വലിയമ്മയോടുണ്ടോ? ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് മോൾ എനിക്ക് ബ്ലഡ് തരാമെന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതല്ലേ ഉള്ളല്ലോ, അല്ലാതെ തന്നില്ലല്ലോ. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല വലിയമ്മേ. അവളുടെ സ്ഥാനത്ത് എൻ്റെ ഏട്ടത്തിയായിരുന്നുവെങ്കിൽ ബ്ലഡ് മാത്രമല്ല വലിയമ്മയ്ക്ക് കരളും കൂടി തരുമായിരുന്നു. പക്ഷേ ഇവിടെ ഏട്ടത്തിയുടെ ബ്ലഡ് ഗ്രൂപ്പ് വലിയമ്മയ്ക്ക് ചേരില്ലായിരുന്നല്ലോ. എടാ, നിന്റെ ഭാര്യയെക്കുറിച്ചായിരുന്നു നീ ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ അത് സത്യമാകുമായിരുന്നു. ആ നയന എന്ന് പറഞ്ഞവൾ ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നുവെങ്കിൽ പോലും എന്നെ സഹായിക്കില്ലായിരുന്നു. അവൾക്ക് അത്ര വിശാലമായ ഹൃദയമൊന്നുമില്ല. വലിയമ്മ ഇതുവരെയും എൻ്റെ ഏട്ടത്തിയെ മനസ്സിലാക്കിയിട്ടില്ല. ആ, ഏതായാലും നിനക്ക് നിന്റെ ഏട്ടനും മനസ്സിലാകുന്നുണ്ടല്ലോ, അതുതന്നെ വലിയ കാര്യം. അനി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നീ അനാമിക മോളെ വിഷമിപ്പിക്കരുതെന്ന്. നീ എന്താണ് എൻ്റെ വാക്കിന് വില തരാത്തത്? വലിയമ്മയുടെ വാക്കിന് വില തന്നതുകൊണ്ടല്ലേ ഞാൻ അവളെ തിരിച്ചുപോയി വിളിച്ചുകൊണ്ടുവന്നത്. പക്ഷേ അവൾ എപ്പോഴും നന്ദുവിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തുകയാണ്. എടാ, നീ എന്തിനാണ് അവളുടെ വീട്ടിലേക്ക് പോകുന്നത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ. ഞാൻ അവിടെ പോകുന്നത് അവളെ കാണാനൊന്നുമല്ല, എൻ്റെ ഏട്ടത്തിയെ കാണാൻ വേണ്ടിയാണ് വലിയമ്മേ. എന്തിനാണ് നീ നിന്റെ ഏട്ടത്തിയെ കാണാൻ പോകുന്നത്? അവൾ എന്താണ് എന്നെപ്പോലെ എന്തെങ്കിലും രോഗിയായി കിടക്കുകയാണോ? ഏതെങ്കിലും സർജറി വല്ലതും അവൾക്ക് നടത്തിയിട്ടുണ്ടോ? അനി അത് കേട്ടിട്ട് മൗനമായിരിക്കുകയാണ്. അത് കണ്ട് വീണ്ടും ദേവയാനി ചോദിക്കുകയാണ്, നീ എന്താടാ ഒന്നും പറയാത്തത്? അപ്പോൾ അനി പറയുകയാണ്, ഞാൻ എന്തു പറയാനാണ് വലിയമ്മേ. നയനയും അവളുടെ ചേച്ചിയുമാണ് ഈ വീട്ടിൽ നിന്ന് പോകേണ്ടത്. ഈ വീട്ടിൽ എന്നും വേണ്ടത് അനാമിക മോളാണ്. അത് മനസ്സിലാക്കിയിട്ട് നീ അവളുമായി നല്ല രീതിയിൽ ജീവിക്കുവാൻ ശ്രമിക്കണം. ഞാൻ നയനയുടെയോ അവളുടെ ചേച്ചിയുടെയോ കുഞ്ഞിനെ അല്ല ലാളിക്കാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ കുഞ്ഞിനെയാണ്. അത് കേട്ടിട്ട് ഒരു ഞെട്ടലോടുകൂടി അനി ചോദിക്കുകയാണ്, അപ്പോൾ ആദർശേട്ടൻ്റെ കുഞ്ഞിനെ ലാളിക്കുവാൻ വലിയമ്മയ്ക്ക് താല്പര്യമില്ലേ? അത് അവൻ്റെ കുഞ്ഞു മാത്രമല്ലല്ലോ. ആ കുഞ്ഞിൻ്റെ മേൽ അവനേക്കാൾ അധികം അതിൻ്റെ അമ്മ എന്ന നിലയിൽ ഉള്ള അവകാശം അവൾക്കല്ലേ ഉണ്ടാവുക. അതാണ് എൻ്റെ പ്രശ്നം. വലിയമ്മേ, ഏടത്തിയെ മനസ്സിലാക്കുവാൻ വലിയമ്മയ്ക്ക് ഈ ജന്മം കഴിയില്ല. ലോകത്ത് ഇതുപോലെ നന്മയുള്ള പെൺകുട്ടികൾ കുറവാണ്. അത് ഞാനും എൻ്റെ ഏട്ടനും വലിയച്ഛനുമൊക്കെ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി വലിയമ്മ ഇത് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇത് പറഞ്ഞിട്ട് അനി ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. തുടർന്ന് വീണ്ടും കാണിക്കുന്നത് നന്ദുവും കനകയും കൂടി സംസാരിക്കുന്നതാണ്. ചെക്കപ്പിന് വേണ്ടി ആദർശ് നയനയെ ആ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നന്ദു കനകയോട് പറയുന്നു, ഞാനും കൂടി അവരുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയേനെ അമ്മേ. പക്ഷേ ആദർശേട്ടൻ വേണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. മോളെ, അവർ ഭാര്യയും ഭർത്താവും കൂടി പോയിട്ട് വരട്ടെ, അതാണ് നല്ലത്. ആ സമയത്ത് ആദർശും നയനയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ കനക പറയുകയാണ്, മോനെ ഇവളെ സൂക്ഷിച്ചു കൊണ്ടുപോകണേ. അപ്പോൾ നയന, അത് കൊള്ളാം, പിന്നെ എൻ്റെ ഭർത്താവ് എന്നെ അപകടത്തിലേക്ക് കൊണ്ടുപോകുമോ? അമ്മ എന്താണ് ഈ പറയുന്നത്? അയ്യോ മോളെ, മോൾ ആദ്യമായിട്ടല്ലേ ചെക്കപ്പിന് പോകുന്നത്, അതുകൊണ്ട് അമ്മ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഓടിച്ചാടി നടക്കാമെന്ന് അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞാൽ മതിയായിരുന്നു. അതുവരെ ഒരു ശ്വാസം മുട്ടലാണ്. എൻ്റെ അച്ഛൻ്റെ കൂടെ കടയിലേക്കെങ്കിലും ഒന്ന് പോകാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ആദർശ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വീട്ടിനകത്ത് അടങ്ങി ഒതുങ്ങിയിരുന്നാൽ മതി. പിന്നെ നടക്കണമെന്ന് തോന്നുമ്പോൾ ആ ഗേറ്റ് വരെ അങ്ങേയറ്റം പോയാൽ മതി. ഇനി പുറത്തു പോകണം എന്ന് തോന്നിയാൽ എന്നെ വിളിച്ചു, ഞാൻ വരാം. ഏതെങ്കിലും ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഞാൻ നടത്താം. അതിലപ്പുറം സാഹസമൊന്നും കാണിക്കണ്ട കേട്ടോ. ആദർശും നയനയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ ഇറങ്ങുമ്പോൾ കനക നന്ദുവിനോട് പറയുകയാണ്, കല്യാണത്തിന് മുൻപ് തന്നെ നയനമോളും ആദർശമോനും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ വിവാഹശേഷം നയനമോളെ ആദർശമോൻ കൈവെള്ളയിൽ കൊണ്ടു നടന്നേനെ. അപ്പോൾ നന്ദു പറയുകയാണ്, അതല്പം വൈകിയെങ്കിലും ഇനി അവർ തമ്മിലുള്ള സ്നേഹത്തിന് ഒരിക്കലും ഇടിവ് തട്ടില്ലമ്മേ. ചേച്ചി ഭാഗ്യവതിയാണ്. അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് ആദർശേട്ടൻ ചേച്ചിയെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ. അപ്പോൾ വീണ്ടും കനക, മോളെ, പക്ഷേ
അവർ തമ്മിൽ ശരിയായൊരു ദാമ്പത്യ ജീവിതം ഇതുവരെയും തുടങ്ങിയിട്ടില്ല. അവരതിന് തയ്യാറായി തുടങ്ങിയപ്പോഴാണ് ആദർശ് മോനെ കൊണ്ട് അവൻ്റെ അമ്മ എല്ലാം മുടക്കിച്ചത്. അവരുടെ മനസ്സിൽ ദുരുദ്വേഷമുണ്ടായിരുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ദൈവകോപമുണ്ടായി അവർ ആശുപത്രിയിലായതെന്നാണ് എൻ്റെ വിശ്വാസമെന്ന് കനക. അപ്പോൾ നന്ദു പറയുകയാണ്, അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ഇതൊക്കെ നമ്മുടെ പ്രാക്ക് കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേറെ ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. മാത്രവുമല്ല, ചേച്ചി അമ്മായിയമ്മയെ മനഃപൂർവ്വം വീഴ്ത്തിയതാണ് എന്നും ചിലർ പറയുന്നുണ്ട്. പറയുന്നവരൊക്കെ പറയട്ടെ മോളെ, പക്ഷേ എൻ്റെ നയനമോളെ സങ്കടപ്പെടുത്തുന്നവർക്കാർക്കും നല്ലത് വരില്ല. കാരണം എൻ്റെ നയനമോൾ ചെയ്യുന്നതെല്ലാം മനസ്സറിഞ്ഞിട്ടാണ്. ആരുടെയും കയ്യിൽ നിന്നൊരു നേട്ടവും അവൾ പ്രതീക്ഷിക്കുന്നില്ല. അത് ദൈവങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം. ആദർശും നയനയും കൂടി ആശുപത്രിയിലേക്ക് തുടർന്നെത്തുകയാണ്. ആദർശ് പതിയെ നയനയെ പിടിച്ചു നടത്തുമ്പോൾ നയന പറയുന്നു, പിടിക്കേണ്ട ആദർശേട്ടാ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതെ അതെ, നിനക്ക് ആത്മവിശ്വാസവും മനസ്സിന് കട്ടിയും കുറച്ച് കൂടുതലാണ്. പക്ഷേ ശരീരത്തിൽ നിന്ന് അല്പം ബ്ലഡ് പോയപ്പോൾ ബോധം കെട്ടുപോയ ആളാണത്. അതെന്താ ആദർശേട്ടാ അങ്ങനെ പറഞ്ഞത്? അല്ല, അന്ന് ശരീരത്തിൽ നിന്നും കുറച്ച് ബ്ലഡ് എടുത്തപ്പോഴേക്കും നിന്നെ ട്രിപ്പിട്ട് കിടത്തേണ്ടി വന്നില്ലേ? അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡിൻ്റെ കൗണ്ടൊക്കെ ഒന്ന് നോക്കേണ്ടി വരുന്നത്. ആദർശേട്ടൻ അമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, ഞാൻ ഓക്കെയാണ്. കരൾ ദാനം ചെയ്തവർക്ക് ഒന്നും വരാനില്ല, എന്നാൽ അത് സ്വീകരിച്ചവർക്ക് നല്ല കെയർ കൊടുക്കണം. ഇത് കേട്ടിട്ട് ആദർശ് പറയുകയാണ്, 2 പേർക്കും നല്ല കെയർ കൊടുത്തേ പറ്റൂ. ഞാൻ ചെറുപ്പമല്ലേ ആദർശേട്ടാ, അതിൻ്റെ ഒരു ഹെൽത്ത് എനിക്കുണ്ടാവില്ലേ? ദേ, നീ വെറുതെ സംസാരിക്കാതെ ഇങ്ങോട്ട് നടക്കുന്നുണ്ടോ? ഇത് പറഞ്ഞ് ആദർശ് നയനയെ ഡോക്ടറുടെ റൂമിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അമ്മ തനിക്ക് കരൾ ഡൊണേറ്റ് ചെയ്ത ആളിനെ ഏത് സമയത്തും കാണണമെന്ന് പറഞ്ഞ് അന്വേഷിക്കുകയാണ്. എത്ര നാൾ ഇത് മൂടി വെക്കുവാൻ കഴിയും എന്നെനിക്കറിയില്ല. അത്രയും കേട്ടപ്പോഴേക്കും ഒരമ്പരപ്പോടെ നയന ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അതെ, തനിക്ക് കരൾ കൊടുത്ത ആളിനെ കണ്ടിട്ട് ഇനി ദേവയാനിക്ക് സമാധാനമുണ്ടാവും. അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡുകൾ നമുക്ക് അറിയുവാൻ കഴിയും. അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.